بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വാദ് മീഡിയയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠം, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് ഇറാബ് എന്നുള്ളത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താ ഇറാബ് എന്ന് പറഞ്ഞാൽ. ഓരോ വാക്കുകളുടെയും, ഇപ്പോൾ ഇവിടെ മജ്ലിസു എന്ന വാക്ക് നോക്കിയാൽ നമുക്കറിയാം. ഒരു സ്ഥലത്ത് സു എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് സാ എന്ന് പറഞ്ഞു, വേറൊരു സ്ഥലത്ത് കാണുമ്പോൾ സി എന്ന് പറഞ്ഞു. മജ്ലിസു, മജ്ലിസ, മജ്ലിസി, 3 രീതിയിലാണ് ഇതിന്റെ ഇറാബ് വന്നിരിക്കുന്നത് അല്ലെ. അതായത് മജ്ലിസ് എന്ന വാക്ക് തന്നെ അതിന്റെ അവസാനത്തെ ഹർക്കത്തുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. മാറാനുള്ള കാരണം എന്താണ്? ഇവിടെ മജ്ലിസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് മുബ്തദ ആയിട്ടാണ്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മഫ്ഊൽ ആയിട്ടാണ്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജറിന്റെ ഹർഫിനു ശേഷമാണ്. മുബ്തദ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് റഫ്ഉ ചെയ്യണം എന്ന് നമുക്കറിയാം. മഫ്ഊലായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് നെസ്ബ് ചെയ്യണം എന്ന് നമുക്കറിയാം. ഒരു ജറിന്റെ ഹർഫ് ഒരു ഇസ്മിന്റെ മുമ്പിൽ വന്നാൽ ആ ഇസ്മിന് ശേഷം വരുന്ന ഇസ്മിന് എന്ത് വേണം? ഇവിടെ ഒരു ഇസ്മും അതിന്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ജറിന്റെ ഹർഫും അല്ലെ. അപ്പൊ ഈ ജറിന്റെ ഹർഫ് ഒരു ഇസ്മിന്റെ മുന്നിൽ വന്നാൽ ആ ഇസ്മിന് എന്ത് വേണം എന്നറിയാം? ജറ് ചെയ്യണം എന്നറിയാം. അപ്പൊ മുബ്തദ ആയി ഉപയോഗിക്കുന്നത് റഫ് ചെയ്യണം. റഫിന്റെ അടയാളമാണ് എന്ത്? ദമ്മ്. മഫൂലായിട്ട് ഉപയോഗിക്കുന്നതിന് നെസ്ബ് ചെയ്യണം. ഇറാബാണ്, നമ്മൾ പഠിച്ചതാണ്. നെസ്ബിന്റെ അടയാളമാണ് എന്ത്? ഫത്ഹ്. ജറിന്റെ ഹർഫ് വന്നാൽ ജറ് ചെയ്യണം. ജറിന്റെ അടയാളമാണ് എന്ത്? കസ്ർ. വളരെ സിമ്പിൾ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇത് ബേസിക് ആയിട്ട് ഇറാബാണ്. ഓർഡിനറി ആയിട്ടുള്ള മുഅറബായ ഇസ്മുകളൊക്കെ, സാധാരണ മുഅറബായ ഇസ്മുകളൊക്കെ ഇങ്ങനെ ലമ്മ് കൊണ്ട് റഫ് ചെയ്യും, ഫത്ഹ് കൊണ്ട് നെസ്ബ് ചെയ്യും, കസ്ർ കൊണ്ട് ജർ ചെയ്യും. അതായത് റഫാണോ എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ അവസാനത്തിൽ ലമ്മാണോ ഉള്ളത് എന്ന് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും റഫാണ്. ഫത്ഹാണോ ഉള്ളത് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്, നെസ്ബാണ് എന്ന്. കസ്റാണ് ഉള്ളതെങ്കിൽ നമുക്കറിയാം എന്താണ്, ജറാണ് എന്ന്. ഇതാണ് ഉസൂലിയായ അലാമത്തുകളെ കൊണ്ട് സാധാരണഗതിയിൽ ഇഅ്റാബ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ മുബ്തദ എന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം? ഒരു ഫായിലിനെയും എടുക്കാം. ഒരു ഫീലിന് ശേഷം വരുന്ന ഫായിലിനും എപ്പോഴും റഫാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ അതിനും എന്ത് ചെയ്യണം? റഫ് വരുന്നിടത്തൊക്കെ നമ്മൾ ലമ്മാണ് കാണുക. നെസ്ബ് വരുന്നിടത്തൊക്കെ, നെസ്ബിന് വേറെ ഉദാഹരണം വരുന്ന സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത് പറയാം. അപ്പൊ അവിടെയും എന്താ കാണുക? നമ്മള് ഫത്ഹാണ് കാണുക. ജറ് വരുന്ന വേറെ, ഇപ്പൊ ഫീക്ക് പകരം ഞാൻ വേറെ എന്തെങ്കിലും ഒരു ജറിന്റെ ഹർഫ് ബി എന്ന് ഉപയോഗിച്ചു, അല്ലെങ്കിൽ അല എന്ന് ഉപയോഗിച്ചു. അപ്പൊ അതിന് ശേഷം വരുന്ന ഇസ്മിന് എന്താ ഉണ്ടാവുക? ജറാണ് ഉണ്ടാവുക. ജറ് ഉണ്ട് എന്ന് എവിടെ മനസ്സിലാവുക? ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസ്ർ കാണും. പക്ഷേ ഇനിയാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. എപ്പോഴും നമുക്ക് ഈ അവസാനത്തെ അക്ഷരത്തിന് ലമ്മുണ്ടോ, അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് ഉണ്ടോ, അവസാനത്തെ അക്ഷരത്തിന് കസ്ർ ഉണ്ടോ എന്ന് തന്നെ നോക്കിയിട്ട് റഫാണോ നസ്ബാണോ ജറാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ചില സമയത്ത് ഈ അടയാളങ്ങളെല്ലാം ഉണ്ടാവുക. ലമ്മല്ല കാണുക, അല്ലെ ഫത്ഹ് അല്ല, അല്ലെ കസ്ർ അല്ല കാണുക, പിന്നെന്താ കാണുക? വേറെ എന്തൊക്കെയോ അടയാളങ്ങളെ കാണുക. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മൾ ഇനി പറയാൻ പോകുന്ന ചില പ്രത്യേക കാറ്റഗറികളിൽ പെടുന്ന ഇസ്മുകൾക്ക് ഇങ്ങനെ നേരെ ലമ്മിനെ അല്ലെങ്കിൽ ഫത്തഹിനെ കൊണ്ടൊന്നും ഇഅ്റാബ് കാണിച്ചു തരാനുള്ള വകുപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് സാധിക്കൂല. ഉദാഹരണത്തിന് നമ്മളിപ്പം അബ് എന്നൊരു വാക്ക് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അബ് എന്നുള്ള വാക്ക്, അബ്. ഈ അബ് എന്ന വാക്ക് നമ്മൾ എടുക്കുമ്പം നമ്മളൊന്ന് പറഞ്ഞു നോക്കിയേ. ഹാദാ അബുക്ക, റഅയ്തു അബക, മറർതു ബി അബിക. അങ്ങനെ പറയുമ്പം അറബി ഭാഷയിൽ അറബികൾ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതി അങ്ങനെയല്ല. മാത്രമല്ല അത് പറയാൻ ഒരു സുഖമില്ല. അപ്പൊ അത് പറയാൻ കുറച്ചും കൂടെ സുഖം കിട്ടുന്ന രീതിയിൽ അവരതിനെ മാറ്റിയിട്ടാണ് സാധാരണഗതിയിൽ കാലങ്ങളായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെയാണോ ഭാഷ ഉപയോഗിച്ചത് അതിനനുസരിച്ചാണ് നിയമങ്ങൾ ഉണ്ടാവുക. അല്ലാതെ ആദ്യം കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ നിയമത്തിനനുസരിച്ച് ഭാഷ സംസാരിക്കാൻ തുടങ്ങിയതല്ലല്ലോ. ഭാഷ കുറെ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നിയമങ്ങളോ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാല് കുറെ കാലം ഭാഷ സംസാരിച്ചതിന് ശേഷം വന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ. ഈ അബ് അല്ലെങ്കിൽ അഹ് ഇങ്ങനെയുള്ള വാക്കുകൾക്കൊന്നും എന്തിനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മൾ ഈ പറഞ്ഞ പിന്നെ ലമ്മ് കൊണ്ട് തന്നെ അതിന് റഫ് ചെയ്യാനും, അതേപോലെ ഫത്ഹ കൊണ്ട് തന്നെ നസ്ബ് ചെയ്യാനും, കസ്ർ കൊണ്ട് തന്നെ ജർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ചിലതിന് ഇത് 3 ചെയ്യാൻ പറ്റൂല, ചിലതിന് ഇതിൽ ചിലതൊക്കെ ചെയ്യാൻ പറ്റും, വേറെ ചിലത് ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ
നമ്മൾ ഈ കാണുന്ന നോർമൽ ആയിട്ടുള്ള ഉസൂലിയായ അലാമത്തുകളെ കൊണ്ട് ഇഅ്റാബ് ചെയ്യാൻ കഴിയാത്ത സാധനങ്ങൾക്ക് അതിനു പകരം ചില വ്യത്യസ്തമായ അടയാളങ്ങളാണ് വരിക. ഇവിടെയൊക്കെ നമ്മൾ റഫിന്റെ അടയാളം ലമ്മാണ്, നസ്ബിന്റെ അടയാളം ഫത്ഹാണ്, ഇതിന്റെ ജറിന്റെ അടയാളം ഗസറാണെന്നൊക്കെ പറഞ്ഞതുപോലെ ഇനി പറയാൻ പോകുന്ന ചില സാധനങ്ങളിൽ റഫിന്റെ അടയാളമായിട്ട് ലമ്മല്ല വരിക, പകരം ആരാ വരിക? ചിലതിൽ വാവായിരിക്കും, ചിലതിൽ അലിഫായിരിക്കും, ചിലതിൽ പിന്നെ ലമ്മ് തന്നെ വരും, വേറെ ചിലതൊക്കെ വരും. അതിപ്പോ ലമ്മ് വരുന്നത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല, അത് പറ്റും. പക്ഷെ ഇവിടെ വേറെ എവിടെങ്കിലും ഒക്കെ അത് പറ്റാത്തത് ഉണ്ടാവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ ഈ ഫുറൂഇ അലാമത്ത് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. റഫ് ചെയ്യേണ്ട സാധാരണ അടയാളം ലമ്മാണ്, അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടാകും. നസ്ബിന് സാധാരണ കൊടുക്കേണ്ടത് ഫത്ഹാണ്, പക്ഷെ അത് കൊടുക്കാൻ പറ്റാത്ത ചില ആളുകളൊക്കെ ഉണ്ടാകും. ജറിന് സാധാരണ കൊടുക്കേണ്ടത് കസറാണ്, അത് കൊടുക്കാൻ പറ്റാത്ത ചില ആളുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അവർക്ക് ഓരോ വാക്കുകൾക്കും ഓരോ രീതിയിലാണ് പിന്നെ ഇഅ്റാബ്. പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് ലമ്മ് പറ്റൂലെങ്കിൽ പിന്നെ എല്ലാവർക്കും അലിഫ് അല്ലെങ്കിൽ എല്ലാവർക്കും വാവ്, അങ്ങനെയൊന്നുമില്ല. അത് ഓരോ കാറ്റഗറികളിൽ പെടുന്ന ഇസ്മിന് ഓരോ പ്രത്യേകമായ അടയാളങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. നമുക്ക് ആദ്യം അസ്മാഉ സിത്തനെ കുറിച്ച് പറയാം. അസ്മാഉ സിത്ത ഏതൊക്കെയാണെന്നൊന്നും ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അബ്, അഹ്, ഹനീഫ്, ഉദു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ 6 ഇസ്മുകളിൽ ഏത് വന്നാലും നമ്മളിവിടെ ഫോർ എക്സാമ്പിൾ അബൂക്ക എന്നൊരു സാധനം മാത്രമാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അഹൂക്കയാണ് എടുക്കുന്നത്. അഹൂക്ക എന്നുള്ളത് നമുക്ക് എടുത്തു നോക്കാം. അഹൂക്ക എന്നത് ഒരു മുബ്തദ ഖബർ. ഇവിടെ ഹാദ അബൂക്ക ഒരു മുബ്തദ ഖബറുമാണ്, ജാ അഹൂക്ക എന്നുള്ളത് ഒരു ഫീലും ഫായിലുമാണ്. അതായത് അബൂക്ക എന്നത് റഫിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഒരു പദമാണ്, അഹൂക്ക എന്നതും റഫിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഒരു പദമാണ്, മർഫു ആയ ഒരു വാക്കാണ് എന്ന് മനസ്സിലാക്കുക. മർഫു ആയ ഒരു വാക്കാണ്, അബൂക്ക മർഫു ആണ്, അഹൂക്കയും മർഫു ആണ്. പക്ഷെ ഇത് മർഫു ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ക എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽപ്പെട്ട ഒരു വാക്കല്ല. ക എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലമീറാണ്. നമ്മൾ ഇഅ്റാബ് നോക്കുമ്പം ഒരു വാക്കിന്റെ അവസാനത്തത് എന്താണെന്ന് നോക്കണ്ടേ. ഇവിടെ അബൂ എന്നതാണ് വാക്ക്, അപ്പൊ അതിന്റെ അവസാനം എന്താ ഉള്ളത്? വാവാണുള്ളത്. അപ്പൊ ആ വാവുമ്മലാണ് നമ്മൾ ഇഅ്റാബിനെ പരിഗണിക്കേണ്ടത്. ഇവിടെ അഹൂ എന്നാണുള്ളത്, അല്ലാതെ ക എന്തല്ല. ക എന്ന് പറഞ്ഞാൽ നിന്റെ എന്നർത്ഥമാണ്, സെപ്പറേറ്റ് വാക്കാണ്, അല്ലെങ്കിൽ ഒരു ലമീറാണ്. അത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതല്ലേ, അത് ആ വാക്കിലുള്ളതല്ലോ. അപ്പോ അബൂ അഹൂ, ഇവിടെ അബൂ അഹൂ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് മർഫു ആണ്. അപ്പൊ അതിന്റെ മുകളിൽ അവസാനത്തെ വാവല്ലേ, വാവിന്റെ മുകളിൽ ലമ്മില്ലല്ലോ എന്ന് ചോദിച്ചാല്, ലമ്മുണ്ടെങ്കിലല്ലേ മർഫു ആവാ, ലമ്മില്ലല്ലോ എന്ന് ചോദിച്ചാല് ഇതെന്താണ്? ഇത് ലമ്മ് കൊണ്ട് മർഫു ആകുന്ന വാക്കല്ല, ഇത് ഫുറൂഇയായ അലാമത്തുകൾ കൊണ്ട്. എന്താ ഫുറൂഇയായ അലാമത്ത് എന്ന് പറഞ്ഞാല്? ഈ പറഞ്ഞ വാവ് ഒരു ഫുറൂഇയായ അലാമത്താണ്. ചിലടത്ത് അലിഫാണ് ഫുറൂഇയായ അലാമത്ത്, ചിലടത്ത് യാ ആണ്, ചിലടത്ത് പിന്നെ വേറെ ചിലതൊക്കെയാണ്, വ്യത്യാസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. അപ്പോ ഫുറൂഇയായ അലാമത്ത് കൊണ്ട് ഇഅ്റാബ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് അസ്മാഉ സിത്ത. അതുകൊണ്ട് അസ്മാഉ സിത്തയിലെ ഒരു വാക്ക് വന്നാൽ അതിലെ റഫ് ഏതാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ലമ്മ് തിരഞ്ഞു പോകാൻ പാടില്ല. പിന്നെ എന്താ നോക്കേണ്ടത്? വാവുണ്ടോന്നാ നോക്കേണ്ടത്. അബൂക, അഹൂക, ഹനൂക, ഫൂക, ദൂമാലിൻ ഇങ്ങനെയൊക്കെ പറയുമ്പം അത് മർഫു ആണ് എന്ന് മനസ്സിലാകും. അതേസമയം അഹാക, അബാക ഇങ്ങനെയാ കാണുന്നത്. അപ്പോ എന്താണ് അടയാളം അവിടെ അത് ഏതാണ്? അത് മർഫു ആണോ മൻസൂബാണോ എന്ന് എങ്ങനെയാ മനസ്സിലാവുക? അലിഫാണ് അവസാനം ഉള്ളത്. അലിഫാണ് അവസാനം ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് നസ്ബാണെന്ന് മനസ്സിലാക്കണം. അതായത് അസ്മാഉ സിത്തയിൽ നസ്ബിന്റെ അടയാളം ആരാണ്? അലിഫാണ്. ഫത്ഹ് കാണൂല. ഫത്ഹ് ഇവിടെ അഹാക്ക എന്നുള്ളിടത്ത് ഹായിന്റെ മുകളിൽ ഫത്ഹ് ഒക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം നമ്മൾ നോക്കേണ്ടത് അവസാനത്തെ അക്ഷരം നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ അവസാനത്തെ അക്ഷരം അലിഫാണ്, അലിഫിന്റെ മുകളിൽ ഫത്ഹ് ഒന്നുമില്ല. അലിഫ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഇവിടുത്തെ ഇഅ്റാബിന്റെ അടയാളം. മനസ്സിലായോ? റഫിന്റെ അടയാളം വാവാണെന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ നസ്ബിന്റെ അടയാളം എന്താണ്? അലിഫാണ്. ജറിന്റെ അടയാളം എന്തായിരിക്കും? യാ ആയിരിക്കും. ഇവിടെ ബി എന്നൊരു ജറിന്റെ ഹർഫ് വന്നു, അതുകൊണ്ട് ബി അഹിക്ക എന്നല്ല അവർ പറയാ, ബി അഹീക എന്നാ പറയാ. അപ്പൊ ഇവിടുത്തെ ജറിന്റെ അടയാളം ഏതാണെന്ന് ചോദിച്ചാൽ കസറല്ല. ഇവിടെ ചില കുട്ടികൾ പിന്നെയും ഇവിടെ കാ എന്ന് പറയുമ്പോൾ ഫത്തഹല്ലേ അവസാനം ഉള്ളതെന്ന്. മക്കളെ, കാ എന്തല്ല, ഇതിൽ പെട്ടതല്ല. കാ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത ലമീർ ആണ്, അത് വേറെ വാക്കാണ്. നമ്മൾ അഹ് എന്ന പദം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പം അഹീ എന്നാണ് വരുന്നത്. അഹാ. അലിഫ് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി നസ്ബാണ്. യാ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി എന്താണ്? യാ കണ്ടപ്പോ എന്ത് മനസ്സിലായി? ജറാണ്, മജ്റൂർ ആണ് ഈ വാക്ക് എന്ന് മനസ്സിലായി. ജർ ചെയ്യപ്പെട്ടതാണ്, മജ്റൂർ. ഓക്കെ, അപ്പോ ഈ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളതൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഒരു സാധനത്തിന്, ഒരു ഇസ്മിന് സാധാരണഗതിയിൽ ഇഅ്റാബ് കൊടുക്കുന്നത് റഫ് ആണെങ്കിൽ അവസാനം ലമ്മായിരിക്കും,
നസ്ബാണെങ്കിൽ അവസാനം ഫതഹ് ആയിരിക്കും, ജർ ആണെങ്കിൽ അവസാനം കസ്റായിരിക്കും. ആ വാക്കിന്റെ അവസാനത്തിൽ കസ്റായിരിക്കും. പക്ഷെ എല്ലാ വാക്കുകൾക്കും ഇങ്ങനെ ഫതഹിനെയും കസ്റിനെയും ദമ്മിനെയും കൊണ്ട് തന്നെ ഇറാബ് കാണിക്കാൻ കഴിയില്ല. ചില ആളുകൾ ഇറാബ് കാണിക്കാൻ ഉപയോഗിക്കുന്ന അടയാളങ്ങൾ ഫതഹും കസ്റും ദമ്മും അല്ല, വേറെ ചിലതാണ്. അങ്ങനെ പ്രത്യേകമായിട്ട് അടയാളമുള്ള ആളുകളിൽ ഒന്നാമത്തവനാണ് ആര്? അസ്മാ ഉസിത്ത. അസ്മാ ഉസിത്ത ഒന്നാമത്തെ സാധനമാണ്. അസ്മാ ഉസിത്തക്ക് എന്തുകൊണ്ടാണ് ഇറാബ് കൊടുക്കുന്നത്? അസ്മാ ഉസിത്തക്ക് ഇറാബ് കൊടുക്കുന്നത് റഫ് ആണെങ്കിൽ വാവ് കൊണ്ട്, നസ്ബ് ആണെങ്കിൽ അലിഫ് കൊണ്ട്, ജർ ആണെങ്കിൽ യാ കൊണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഇറാബ് കാണിച്ചു തരിക. ഇപ്പൊ നസ്ബിന്റെ അടയാളം ഇവിടെ എന്താണ്? റഫിന്റെ അടയാളം ഇവിടെ എന്താണ്? വാവ്. നസ്ബിന്റെ അടയാളം അസ്മാ ഉസിത്തയിൽ ഏതായിരിക്കും? അലിഫായിരിക്കും. ജറിന്റെ അടയാളം യാ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മുസന്നയെ കുറിച്ചൊന്ന് സംസാരിക്കാം നമുക്ക്. മുസന്ന എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് സാധനമാണ്. നമുക്ക് കുറെ മുസന്നകൾ അറിയാലോ, ജമീലാനി, മുസ്ലിമാനി, താലിബാനി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആനി ആനി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ എന്തായിരിക്കും? ഇന്ദി കലമാനി, എന്റെ അടുത്ത് 2 പെന്നുണ്ട്. ഇന്ദഹു കിതാബാനി, അവന്റെ അടുത്ത് 2 കിതാബ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ പറയുമല്ലോ. ഇതൊക്കെ മുബ്തദോ ഖബറുമായിട്ട് വരുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മള് ജമീലാനി എന്നാ പറയാം. എന്നാൽ അതേസമയം അല്ലെങ്കിൽ മുസ്ലിമാനി, ജാ മുസ്ലിമാനി എന്നാ പറയാം. അതേസമയം അതൊരു മഫ്ഊലായിട്ട് വരാൻ തുടങ്ങിയാൽ, റഅയ്തു ഞാൻ കണ്ടു, മുസ്ലിമൈനി 2 മുസ്ലിങ്ങളെ. അപ്പൊ ഒരു മഫ്ഊലായിട്ട് വന്നാൽ മുസ്ലിമാനി എന്നുള്ളത് മാറി എന്തായി? മുസ്ലിമൈനി എന്നായി. ജമീലാനി അല്ലെങ്കിൽ മുസ്ലിമാനി എന്നൊക്കെ പറഞ്ഞിരുന്ന സാധനം റഫിന്റെ സ്ഥാനത്ത് ഇങ്ങനെ പറഞ്ഞപ്പം നസ്ബിന്റെ സ്ഥാനത്ത് ഇങ്ങനെയാ പറയുന്നത്. എന്തു മനസ്സിലാക്കണം? മുസന്ന എന്ന് പറയുന്ന കാറ്റഗറിയിൽ റഫിന്റെ അടയാളം അലിഫാണ്, നസ്ബിന്റെ അടയാളം യാ ആണ്, ജറിന്റെ അടയാളവും യാ തന്നെയാണ്. കാരണം ഇവിടെ ജർ ഉണ്ട്, അതുകൊണ്ട് ബി മുസ്ലിം ഐനി നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും വരാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഇത് നമുക്കൊരു വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ബി കണ്ടാൽ നമുക്കത് ജറിന്റെ ഹർഫുണ്ട്, അല്ലെങ്കിൽ ഫീ കണ്ടാൽ ജറിന്റെ ഹർഫുണ്ട്. അലാ കണ്ടാൽ സല്ലം തു അലാ മുസ്ലിമൈനി, ഞാൻ 2 മുസ്ലിങ്ങൾ. സല്ലം തു അലാ മുസ്ലിമാനി എന്ന് പറയാൻ പാടില്ല. സല്ലം തു അലാ മുസ്ലിമാനി എന്ന് പറയാൻ പാടില്ല. കാരണം അല എന്ന് പറയുന്ന ജറിന്റെ ഹർഫ് ഇതിന്റെ മുന്നിൽ വന്നാൽ നമ്മൾ അതിന് യാ കൊടുത്തുകൊണ്ട് വായിക്കണം. മുസ്ലിമൈനി എന്ന് വായിക്കണം, ആനി എന്ന് വായിക്കാൻ പാടില്ല. അതേസമയം ഇവിടെ ഒരാൾ ഇത് ജറിനല്ലേ, ഇവിടെ കെസറല്ലേ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മുസ്ലിമീന എന്ന് വായിച്ചാണ്ടല്ലോ, സാധനം തന്നെ മാറിപ്പോകും. മുസ്ലിമീന കണ്ടെങ്കിൽ ഇതിന്റെ താഴെ കിടക്കുന്നത് ഇത് ജമ്മാണ്. ജമ്മ മുദക്കർ സാലിം എന്നാണ് അതിന്റെ പേര്. ഇതവിടെ കാണാം, ജമ്മ മുദക്കർ സാലിം. അത് മുസ്ലിമൂന, മുസ്ലിമീന ഇങ്ങനെ വരിക. അപ്പൊ ഇവിടെ മുസ്ലിമൈനി എന്ന് വായിക്കണം. കാരണം എന്താണ്? ഇവിടുത്തെ ജറ് യാ കൊണ്ടാണ്. യാ കൊണ്ടാണ് ജറ് എന്ന് പറഞ്ഞാൽ പിന്നെ മീമുമ്മ കൊണ്ടുപോയിട്ട് ഹർക്കത്ത് മാറ്റാൻ നിൽക്കണ്ട, യാ ചേർത്താ മതി. മാനി എന്ന് പറഞ്ഞതിന് പകരം മൈനി എന്ന് പറയണം. ജമീലാനി എന്ന് പറയുന്നതിന് പകരം ജമീലൈനി എന്ന് പറയണം. താലിബാനി എന്ന് പറയുന്നതിന് പകരം താലിബൈനി എന്ന് പറയണം. നസ്ബാണെങ്കിലും അങ്ങനെ തന്നെ പറയണം, ജറാണെങ്കിലും അങ്ങനെ തന്നെ പറയണം. അത് മാറ്റിയിട്ട് മുസ്ലിമീന, താലിബീന എന്നൊക്കെ ആക്കിയ സാധനം തന്നെ മാറിപ്പോവും, അർത്ഥമേ മാറിപ്പോവും. ഇത് 2 ആളാണെങ്കിൽ ഇത് കുറേ ആൾക്കാരായി മാറി. ഇത് 2 ആള്, മുസന്ന എന്ന് പറയുന്നത് 2 ആളല്ലേ, ജമ്മു എന്ന് പറയുമ്പോൾ കുറേ ആളായില്ലേ. അപ്പൊ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മുസന്ന എന്ന് പറയുന്ന സാധനത്തെ ഇറാബ് ചെയ്യുന്നത് റഫ് ആണെങ്കിൽ അലിഫ് കൊണ്ടാണ്. ഇത് ഞാൻ 2 ഉദാഹരണങ്ങൾ കൊടുത്തു എന്നുള്ളൂ എല്ലാത്തിനും. ഇത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ 2 വട്ടം ബേജാറാണ്ട. ഒന്നാമത് കൊടുത്തിരിക്കുന്നതൊക്കെ മുബ്തദഉ ഖബറുമായിട്ടുള്ള ഉദാഹരണങ്ങളും, രണ്ടാമത് കൊടുത്തിരിക്കുന്നതൊക്കെ ഫിഅലും ഫായിലുമായിട്ടുള്ള ഉദാഹരണങ്ങളുമാണ്. ഓക്കെ, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, ചിലയിടത്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ചിലയിടത്തൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അത് 2 ഉദാഹരണങ്ങൾ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തു എന്നുള്ളൂ. അത് വലിയ വേറെ എന്തെങ്കിലും വ്യത്യാസം അവ തമ്മിൽ ഇല്ല കേട്ടോ. ജസ്റ്റ് അത്ര മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മുസന്നയുടെ ഇറാബ് നമുക്കറിയാം. റഫ് ആണെങ്കിൽ അലിഫ് ആയിരിക്കും, വേറെ മാറ്റമൊന്നുമില്ല, അലിഫ് അവിടെ കിടക്കും. നസ്ബും ജറും ആണെങ്കിൽ യാ കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇത് അലിഫ് കൊണ്ടും യാ കൊണ്ടും ഇറാബ് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ്. മുസന്ന അലിഫ് കൊണ്ടും യാ കൊണ്ടും. അലിഫ് എപ്പോ? റഫിന്റെ സ്ഥലങ്ങളിൽ, യാ എപ്പോ? നസ്ബിനും ജറിനും. അസ്മാ ഉസിത്തയോ? വാവും അലിഫും യാവും കൊണ്ടാണ്. വാവ് എപ്പോ? റഫില്. അലിഫ് എപ്പോ? നസ്ബില്. യാ എപ്പോ? ജറില്. മക്കളെ, വാവ് എപ്പോഴും റഫാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അലിഫ് എപ്പോഴും നസ്ബാണെന്ന് പറയാൻ പറ്റുമോ? അലിഫ് എപ്പോഴും നസ്ബാണെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അലിഫ് ആരായി മാറി? റഫായി മാറി. അതാണ് ഞാൻ പറഞ്ഞത്, ലമ്മും ഫത്തഹും കസറും നമ്മൾ പറഞ്ഞതുപോലെ ബാക്കിയുള്ളതൊന്നും കോമൺ ആയിട്ടല്ല. ബാക്കിയുള്ളത് ഓരോ സെറ്റിനും വേറെ വേറെ നിയമങ്ങളാണ്. അസ്മാഉ സിത്തക്ക് ഒരു നിയമം, മുസന്നക്ക് വേറെ നിയമം, ജമുദക്കർ സാലിമിന് വേറെ നിയമം. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് പഠിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്നും ഇതിനൊക്കെ പിന്നെ ഒറ്റ സെറ്റ് ഇറാബ് എന്നും പറഞ്ഞാൽ വളരെ എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല അവർ ഉപയോഗിച്ച് വരുന്നത്, അറബികൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അസ്മാഉ സിത്തന്റെ ഇറാബ് നമ്മൾ പറഞ്ഞു,
മുസന്നന്റെ ഇറാബ് പറഞ്ഞു. ഇതൊക്കെ ഫുറൂഇയായ അലാമത്തുകൾ കൊണ്ട് ഇറാബ് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ്. ഒന്നാമത്തെ അസ്മാഉ സിത്ത, രണ്ടാമത്തേത് മുസന്ന, മൂന്നാമത്തേത് ജംഉ മുദക്കർ സാലിം. ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നതും എന്താണ് ഫുറൂഇയായ അലാമത്തുകൾ കൊണ്ട് ഇറാബ് ചെയ്യപ്പെടുന്ന സാധനമാണ്. ഫുറൂഇയായ അലാമത്ത് കൊണ്ട് ഇറാബ് ചെയ്യപ്പെടുന്ന സാധനമാണ്. വാവും യാവും ആണ് ഇവിടുത്തെ അടയാളങ്ങൾ. ഇപ്പൊ വാവ് എപ്പോഴാണ് വരുന്നത്? റഫില്. ഒരു മുസ്ലിമൂനാന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മർഫു ആണ് എന്ന്. ഇത് എന്തിനാ ഈ മർഫു ആണെന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇറാബ് എന്തിനാണ്? നമുക്ക് അർത്ഥം വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഓരോ റഫ് നോക്കിയിട്ട് നെസ്ബ് നോക്കിയിട്ടൊക്കെ നമ്മൾ ഇതിന്റെ കണക്ഷൻ എങ്ങോട്ടാണെന്നും ഇത് ആരാണ് എന്താണെന്നൊക്കെ തിരിച്ചറിയുന്നത്. അർത്ഥം വ്യക്തമാകുന്നത് റഫാണോ നെസ്ബാണോ എന്നൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ ഇത് മുസ്ലിമൂനാന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം ഇതെന്താണ്? ഇതൊരു മർഫു ആയ വാക്കാണ്. കാരണം മുസ്ലിമൂന എന്നുള്ളത് ഒരു ജംഉ മുദക്കർ സാലിമായ പദമാണ്. മുസ്ലിമൂന എന്നുള്ളത് ജംഉ മുദക്കർ സാലിമാണ്. ജംഉ മുദക്കർ സാലിം എന്താന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ തൽക്കാലം ഈ വാവും നൂനും ചേർത്ത് ജമാക്കുന്നതെന്ന് അത്ര മനസ്സിലാക്കുക. എല്ലാം കൂടി ഇപ്പൊ നമുക്ക് ഒന്നിച്ച് പഠിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പം മുസ്ലിമൂന, താലിബൂന അങ്ങനെയൊക്കെ പറയുന്ന വാവും നൂനും ചേർത്ത് ജമാക്കുന്നതാണ് ജംഉ മുദക്കർ സാലിം. മുസ്ലിമാത്തുൻ, താലിബാത്തുൻ, ഫാഇലാത്തുൻ ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളാണ്. അലിഫും താവും ചേർത്ത് ജമാക്കുന്നതാണ് ജംഉ മുഅന്നസ് സാലിം. ഇത് രണ്ടും ഫുറൂഇയായ അലാമത്ത് വരുന്ന സാധനങ്ങളാണ്. അപ്പം വാവും നൂനും ചേർത്ത ജംഉ മുദക്കർ സാലിം, അലിഫും താവും ചേർത്ത ജംഉ മുഅന്നസ് സാലിം. ഒരു വാക്ക് മുസ്ലിം എന്ന വാക്കിന്റെ കൂടെ ഇത് രണ്ടും ചേർക്കല്ലേ ഇവിടെ? മുസ്ലിം പ്ലസ് വാവും നൂനും മുസ്ലിമൂൻ, മുസ്ലിം പ്ലസ് അലിഫും താവും മുസ്ലിമാത്ത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ വരുന്ന വാക്കുകളാണ് ജംഉ മുദക്കർ സാലിം, ജംഉ മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. ജംഉ മുദക്കർ സാലിമിൽ റഫിന്റെ അടയാളം വാവും നൂനും, നസ്ബിന്റെ അടയാളമോ ഇതുണ്ടോ? മുസ്ലിമീന എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം ഈ മുസ്ലിമീന എന്നുള്ള വാക്ക് എന്താണ് എന്ന്. മൻസൂബാണ്. കാരണം മുസ്ലിമീന ഒരു ജംഉ മുഅന്നസ് സാലിമായ വാക്കാണ്. മാത്രമോ ജംഉ മുഅന്നസ് സാലിമായ വാക്കാണെന്ന് പറഞ്ഞാൽ അത് മാത്രമാണോ? ജംഉ മുഅന്നസ് സാലിമാണ്. പിന്നെ എന്തും കൂടിയാണ്. അവിടെ എന്ത് വന്നിട്ടുണ്ട്? അവിടെ യാ വന്നിട്ടുണ്ട്. യാ വന്നാൽ നമുക്കറിയാം യാ എന്തിന്റെ അടയാളാണെന്ന് നമുക്കറിയുന്നത്. യാ എന്തിന്റെ അടയാളമാണ്? നസ്ബിന്റെ അടയാളമാണ്. ചിലപ്പോ എന്തിന്റെ അടയാളവും കൂടി ആകും? ജെറിന്റെ അടയാളവും കൂടി ആകും. അപ്പം ജെറിന്റെ അടയാളമാണെന്ന് മനസ്സിലാവാൻ വളരെ എളുപ്പമാണ്. കാരണം ജെറിന്റെ ഒരു ഹർഫും കൂടെ കാണുമല്ലോ. ജെറിന്റെ അടയാളം മാത്രമല്ല, ജെറിന്റെ ഹർഫും കൂടെ ഉണ്ടാവും. ബി ഉണ്ടാവും. അപ്പോഴാണ് ജെറിന്റെ ഹർഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ബി അല്ലെങ്കിൽ അലാഫി ഈ കുറെ ഉണ്ട് കേട്ടോ. ജെറിന്റെ ഹർഫുകൾ, ഹുറൂഫുൽ ജെർ എന്നുള്ള ഒരു പാഠം തന്നെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പൊ അതിൽ പിന്നെ 19 ഹർഫുകൾ, 18 19 ഒക്കെ ഹർഫുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഹർഫുകളൊക്കെ വന്നാൽ അതിന്റെയും അവസാനത്തിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? എന്താ കൊടുക്കേണ്ടത്? യാ ആണ് കൊടുക്കേണ്ടത്. യാ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം ഇത് നസ്ബാണ്. യാ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം ഇത് മജ്റൂറാണ്, ജർ ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ജംഉ മുദക്കർ സാലിമിനെ വാവും യാവും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇറാബ് ചെയ്യുന്നത്. ജംഉ മുദക്കർ സാലിമിന് വാവും യാവും കൊണ്ടാണ് ഇറാബ് ചെയ്യുന്നത്. വാവ് റഫിന്റെ സ്ഥാനത്തും യാ നസ്ബിന്റെയും ജറിന്റെയും സ്ഥാനത്തുമാണ് യൂസ് ചെയ്യേണ്ടത്. ജംഉ മുഅന്നസ് സാലിം ആണെങ്കിലോ? ജംഉ മുഅന്നസ് സാലിം വളരെ എളുപ്പമാണ്. റഫ് ലമ്മ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പിന്നെ മുസ്ലിമാത്തുൻ അത് മുസ്ലിങ്ങളാണ്, ലമ്മ് തന്നെയാണ് റഫിന്. പക്ഷേ എന്നാൽ ഇവിടെയും അങ്ങനെ തന്നെ. ഇവിടെ ജെറും എന്ത് സാധാരണ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ജെറിന്റെ അടയാളമായ കസ്ർ തന്നെയാണ്. ഇവിടെ വ്യത്യാസം വരുന്നത് ഇതിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഫുറൂഇയായ അലാമത്ത് വരും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ ലമ്മന്നെ വരും, ഇവിടെ കസ്ർ തന്നെ വരും. പക്ഷേ ഇവിടെ രണ്ടാമത്തെ, അതായത് നസ്ബിൽ മാത്രം വ്യത്യാസമുണ്ട്. നസ്ബില് റഅയ്തു മുസ്ലിമാ, റഅയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു മഫൂല് പറയുമ്പോൾ മുസ്ലിമാത്തൻ എന്നല്ല പറയാ, മുസ്ലിമാത്തിൻ എന്നാ പറയാ. അതായത് കസ്ർ കൊണ്ടാണ് നസ്ബ്. നോക്കി ഞങ്ങൾ എന്തൊരു വ്യത്യാസമാണ്. ഫത്ഹ് കൊണ്ട് ചെയ്യേണ്ട സാധനം ഈ നസ്ബ് എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കസ്ർ കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്തത്? നസ്ബ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ആരുടെ മാത്രം പ്രത്യേകതയാണ്? ജംഉ മുഅന്നസ് സാലിമിന്റെ പ്രത്യേകതയാണ്. ജംഉ മുഅന്നസ് സാലിമിന് കസ്ർ കൊണ്ടാണ് നസ്ബ്. ബാക്കിയൊക്കെ ലമ്മന്നെ, കസ്ർ തന്നെ. പക്ഷെ കസ്ർ കൊണ്ട് നസ്ബ് ചെയ്യുന്ന സാധനമാണ് ആര്? ജംഉ മുഅന്നസ് സാലിം. ഇനി ഗൈറു മുൻസരിഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അതിന് ലമ്മന്നെയാണ് റഫ്, മൻസൂബ് നസ്ബാണെങ്കിൽ ഫത്ഹ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ കണ്ടോ, ഇത് ലമ്മ് നമ്മൾ മുബത്തദിന് അല്ലെങ്കിൽ ഫായിലിനൊക്കെ എന്താ ലമ്മല്ലേ, ലമ്മ് കൊണ്ടാണ് റഫ് കൊടുക്കുന്നത്. ലമ്മ് കൊണ്ട് തന്നെയാണ് വേറെ റഫ് കൊടുക്കുന്നത്. ഫത്ഹ് കൊണ്ടാണ് നസ്ബ് കൊടുക്കുക, ഇവിടെയും ഫത്ഹ് കൊണ്ട് തന്നെയാണ് നസ്ബ് കൊടുക്കുക. വ്യത്യാസം ആരത് മാത്രമാണ്? ഇത് നോക്കിയേ, ഇവിടെ നോക്കിയേ, കസ്ർ കൊണ്ട് ജർ ചെയ്യേണ്ട സ്ഥാനത്താണ് നമ്മൾ ഫത്ഹ് കൊണ്ട് ജർ ചെയ്യുന്നത് ഇതിനെ. അപ്പം ഉമർ എന്ന വാക്ക് ഗൈറു മുൻസരിഫാണ്. നിങ്ങളിപ്പോ അത്ര പഠിച്ചാൽ മതി. കാരണം ഗൈറു മുൻസരിഫ് എന്താണെന്നൊക്കെ ഉള്ളതും അതിന്റെ ഉദാഹരണങ്ങളും ഒക്കെ വലിയ വിഷയമാണ്. 9 കാരണങ്ങളുണ്ട്. 9 കാരണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ 2 കാരണങ്ങൾ ഉണ്ടായാൽ ഒരു വാക്ക് ഗൈറു മുൻസരിഫ് ആകും എന്നാണ് നിയമം. അതൊന്നും ഇപ്പൊ എല്ലാം കൂടെ നമുക്ക് പഠിക്കാൻ കഴിയില്ല. തൽക്കാലം നിങ്ങൾ ഉമർ എന്നുള്ളത് ഗൈറു മുൻസരിഫ് ആണ് എന്ന് മനസ്സിലാക്കുക. കുറേ വാക്കുകൾ ഗൈറു മുൻസരിഫ് ആയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിനിധിയാണ്, അതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഉമർ എന്ന വാക്ക്. ഓക്കെ,
പ്രവാചകന്മാരുടെ പേരുകൾ ഒരു 3-4 പ്രവാചകന്മാരുടെ പേരൊഴികെ ബാക്കിയൊക്കെ ഗൈറു മുൻസരിഫാണ്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഗൈറു മുൻസരിഫായ വാക്കുകളാണ്. ആ വാക്കുകളിൽ വ്യത്യാസം വരുന്ന റഫിൽ വ്യത്യാസമില്ല, നസ്ബിലും വ്യത്യാസമില്ല. എവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ? ജെറിലാണ് വ്യത്യാസം. ജെറിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടയായിട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് കസർ കൊണ്ട് ജെറ് ചെയ്യേണ്ട സ്ഥാനത്ത് അടിസ്ഥാനപരമായിട്ട് കസറാണ് ജെറിന്റെ അടയാളം. പക്ഷെ നമ്മൾ എന്താ കൊടുക്കുക? ഫത്തഹാണ് കൊടുക്കുക. മറർത്തു ബി ഉമരി എന്ന് വായിക്കൂല, ബി ഉമറ എന്നാണ് വായിക്കുക, അല്ലെ? ഇപ്പം അബി ബക്കരി അൻ ഉമരി, അവിടെ നമ്മൾ ഉമരി എന്ന് പറയാറുണ്ട്. പക്ഷെ അത് ഒരു ബൈത്ത് ആയതുകൊണ്ട് മാത്രമാണ് ഉമരി എന്ന് പറയുന്നത്. ബൈത്തിന്റെ ഒരു ടൂണ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വായിക്കുന്നത്. അവിടെ അങ്ങനെ തന്നെ വായിക്കേണ്ടത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഉമരി എന്നൊരു പ്രയോഗം എന്തില്ല? അറബി ഗ്രാമർ പ്രകാരം ഇല്ല. ഉമറ എന്നേ പറയാൻ പറ്റുള്ളൂ. കസർ കൊടുക്കേണ്ടടുത്തൊക്കെ അതിന് പകരം ഫത്തഹ് കൊടുത്തോളാം. അപ്പൊ ഈ ഫത്തഹ് പകരം വന്നു എന്നുള്ളതാണ്. കസറിന് പകരം ഫത്തഹ് വന്നു, അതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. എന്ത് വിഷയം? ഗൈറു മുൻസരിഫ് എന്ന് പറയുന്ന ആ സാധനം നമ്മൾ ഫുറൂഇ അലാമത്തോട് ഇറാബ് ചെയ്യുന്നതാണ് പറയാൻ കാരണം എന്താ? കസറിന് പകരം ഫത്തഹാണ് വന്നിരിക്കുന്നത്. ഇത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ അല്ലേ ഇത്? അപ്പൊ മുഅറബായ ഇസ്മുകൾക്ക് സാധാരണഗതിയിൽ ലമ്മ് കൊണ്ട് റഫ്, ഫത്തഹ് കൊണ്ട് നസ്ബ്, കസർ കൊണ്ട് ജെറ്, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ തിരിച്ചു പറഞ്ഞാൽ ലമ്മ് കണ്ടാൽ റഫാണെന്നും ഫത്തഹ് കണ്ടാൽ നസ്ബാണെന്നും കസർ കണ്ടാൽ ജെറാണെന്നും മനസ്സിലാക്കാം. നമുക്ക് ഇറാബ് കൊടുക്കുക വേണ്ടത്, നമുക്ക് ഒരു സാധനം എഴുതി ഉണ്ടാക്കുക വേണ്ടതെങ്കിൽ നമ്മൾ അതിന് ഇറാബ് അങ്ങനെ കൊടുക്കും. നമ്മളൊരു സാധനം ഓൾറെഡി എഴുതപ്പെട്ട ഒരു സാധനം വായിച്ച് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവിടെ കാണുന്നത് നോക്കിയിട്ട് നമ്മളത് മനസ്സിലാക്കും. രണ്ടും ഒരേ നിയമമാണല്ലോ. അപ്പൊ ഞാനിതിങ്ങനെ വായിച്ചു നോക്കുകയാണ്. ഇതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണം ഇത് എന്താണ്, ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇതിനെന്താ ഹർക്കത്തുള്ളത് നോക്കും. ലമ്മാണോ ഫത്തഹാണോ കസറാണോ നോക്കും, അല്ലെ? ഇനി ഞാൻ ഒരു സ്വന്തമായിട്ടൊരു പുതിയ സെന്റൻസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് മുബത്തതായിട്ടൊരു സെന്റൻസ് എഴുതണം, മുബത്തതായിട്ടൊരു വാക്ക് എഴുതണം. അപ്പൊ ഞാൻ അയിമൽ ഞാൻ തന്നെയാണ് ഹർക്കത്ത് കൊടുക്കാൻ പോകുന്നത്. മറ്റേത് ഓൾറെഡി ആരോ കൊടുത്ത ഹർക്കത്തിനെ ഞാൻ മനസ്സിലാക്കുകയാണ്, അല്ലെ? അപ്പം ലമ്മ് കൊണ്ട് റഫ്, ഫത്തഹ് കൊണ്ട് നസ്ബ്, കസർ കൊണ്ട് ജെറ്. ഒരു സാധനം വായിച്ച് മനസ്സിലാക്കുമ്പോൾ ലമ്മാണോ റഫാണോ നസ്ബാണോ നോക്കിയിട്ട് ലമ്മാണോ ഫത്തഹാണോ കസറാണോ നോക്കിയിട്ട് നമുക്കത് മനസ്സിലാക്കാം. നമ്മൾ എഴുതുമ്പം കൊടുക്കേണ്ടത് ലമ്മ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റഫിന് വേണമെങ്കിൽ ലമ്മ് കൊടുക്കാം, നസ്ബിന്റെ ഒരു നസ്ബ് ചെയ്യപ്പെട്ട സാധനം വേണ്ടെങ്കിൽ ഫത്തഹ് കൊടുക്കാം, ഒരു ജെറ് ചെയ്യപ്പെട്ട സാധനമാണ് വേണ്ടെങ്കിൽ കസർ കൊടുക്കാം. പക്ഷേ ഇത് ഓർഡിനറി ആയിട്ടുള്ള ഇസ്മുകളുടെ കാര്യമാണെങ്കിൽ ചില സ്പെഷ്യൽ കേസുകൾ വരുന്നുണ്ട്. അവയിൽ ഈ സാധനങ്ങളൊന്നും വർക്ക് ചെയ്യൂല, ചിലതൊന്നും വർക്ക് ചെയ്യൂല, ചിലതൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിന് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാമത്തത് അസ്മാഉ സിത്ത. അസ്മാഉ സിത്തക്ക് വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജറാണ്. രണ്ടാമത്തത് മുസന്ന, അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബും ജറും. ജമ മുദക്കർ സാലിം, വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബും ജറും. ജമ മുഅന്നസ് സാലിം, ലമ്മ് കൊണ്ട് റഫ്, കസർ കൊണ്ട് നസ്ബും ജറും, നസ്ബും ജറും കസർ കൊണ്ട്. ഗൈറു മുൻസരിഫ് ലമ്മ് കൊണ്ട് റഫ്, പക്ഷേ ഫത്തഹ് കൊണ്ട് നസ്ബും ജറും. ഇപ്പൊ ഫത്തഹ് കൊണ്ട് ജെറ് ചെയ്യപ്പെടുന്ന ആളാരാന്ന് ചോദിച്ചാൽ ഗൈറു മുൻസരിഫാണ്. കസർ കൊണ്ട് നസ്ബ് ചെയ്യപ്പെടുന്ന ആളാരാന്ന് ചോദിച്ചാൽ ജമുഅന്ന സാലിമാണ്. ഇത് കണ്ടിട്ട് നോക്കി പറയാൻ പെട്ടെന്ന് കിട്ടും, പരീക്ഷ ആളെന്ന് ചോദിച്ചാലും കിട്ടണം. അല്ലെങ്കിൽ അറബിയിൽ ഒരു സാധനം വായിക്കാൻ സമയത്ത് അതിലിങ്ങനെ ഇതെന്താ ഇവിടെ ബി കണ്ടിട്ട് അതിന് പിന്നെയും ഫത്തഹ് തന്നെ കൊടുത്തിരിക്കുന്നത്, അപ്പൊ ഇത് ഗൈറു മുൻസരിഫാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അല എന്ന് പറഞ്ഞതിന് ശേഷമാണ്, അൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് വാക്ക് തന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ അതിന് കസറല്ലേ കൊടുക്കേണ്ടത്, പിന്നെന്താ ഫത്തഹ് കൊടുത്തിരിക്കുന്നത്? ആ വാക്ക് ഗൈറു മുൻസരിഫ് ആയതുകൊണ്ട് അതിന് കസർ കൊടുക്കാൻ പാടില്ല, അതിന് എന്തേ കൊടുക്കാൻ പറ്റുള്ളൂ? ഫത്തഹ കൊണ്ടാണ് അതിന് ജെറ് ചെയ്യേണ്ടത്. ഇങ്ങനെ തിരിച്ചറിയാനാണ് നമ്മൾ ഈ പാഠം പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. എന്താ അടുത്ത സെഷൻ എന്ന് പറഞ്ഞാല് ഫീലുകളെ കുറിച്ചാണ്. ഇസ്മുകളെ കുറിച്ച് പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഫീലുകളെ കുറിച്ച് പഠിക്കാൻ വളരെ 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 എളുപ്പമാണ്, വളരെ സിമ്പിൾ, വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. നോക്കിക്കോ. ഫിഅലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫിഅലുകളിൽ നിന്ന് ഇഅ്റാബ് ചെയ്യപ്പെടുന്നത് മുളാരിയായ ഫീലാണ് സാധാരണഗതിയിൽ. മാലിയായ ഫീല് മബ്നിയാണ്. അംറു നഹിയൊക്കെ സുക്കൂനായിട്ട് അതിന്റെ അവസാനത്തിൽ ജസ്മ് ചെയ്തിട്ട് ഓൾറെഡി അങ്ങനെയാണ് വരിക. പിന്നെ വ്യത്യാസങ്ങൾ സ്വീകരിക്കാൻ സ്കോപ്പ് ഉള്ളത് ആർക്ക് മാത്രമാണ്? മുളാരി ആയ പദങ്ങൾക്കാണ്. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അലാനി, യഫ്അൽന, തഫ്അലു, തഫ്അലാനി, തഫ്അലൂന, തഫ്അലീന, തഫ്അലാനി, തഫ്അൽന, അഫ്അലു, നഫ്അലു. ഇത്രയും സാധനങ്ങളാണ് മുളാരി എന്ന് പറഞ്ഞാൽ. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത, ഫഅൽന എന്നൊക്കെ പറയുന്നത് മാലികളാണ്. ഇഫ്അൽ, ഇഫ്അല, ഇഫ്അലു എന്നൊക്കെ പറയുന്നത് അംറുകളാണ്. ലാ തഫൽ, ലാ തഫല, ലാ തഫലു എന്നൊക്കെ പറയുന്നത് എന്താണ്? നെഹികളാണ്. മനസ്സിലായില്ലേ? പക്ഷേ നെഹി ആണെങ്കിലും നമ്മളിവിടെ അതിനെ ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ അവിടുത്തെ പിന്നെ അത് ജസ്മ് വരുന്നത് കൊണ്ട്, വ്യത്യാസം വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഇവിടെ ഉൾപ്പെടുത്തുന്നത്. പക്ഷെ നമ്മളിവിടെ അതിനെ എന്തായിട്ടാണ് കണക്കാക്കുക? ഒരു മുളാരിയായ ഫീലിന്റെ അതേ പ്രോപ്പർട്ടീസ് ആണ് അതിനുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇത്ര നോക്കിയാൽ മതി. എന്താണ് നമ്മുടെ വിഷയം?
മുലാരിയായ ഫിഅലുകളിൽ ഇഅ്റാബ് വരുന്നത് എങ്ങനെയാണ്? ഫിഅലിന്റെ ഇഅ്റാബ് എന്ന് പറയുമ്പോൾ മുലാരിയായ ഫീലുകളെ നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി ഫിക്സഡ് ആണ്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മുലാരിയായ ഫീലുകളിൽ സാധാരണ ലൊമ്മ് കൊടുത്താൽ റഫാണെന്നും ഫത്ത് കൊടുത്താൽ എന്താണെന്നും പറയാം, നസ്ബാണെന്നും സുക്കൂന് കൊടുത്താൽ ജസ്മാണെന്നൊക്കെ നമുക്ക് പറയാം. അസ്ലിയായ അടയാളങ്ങൾ ലൊമ്മ് കൊടുത്താൽ റഫ് ഉണ്ട്. ഇപ്പൊ എഫ് അലു എന്ന് കണ്ടു, എഫ് അലു എന്ന് കണ്ടു. എഫ് അലു എന്ന് പറഞ്ഞാല് അത് മർഫു ആണോ മൻസൂബാണോ മജ്റൂർ ആണോ എന്ന് മജ്റൂർ ഉണ്ടാവില്ല, മജ്സൂം ആണോ എന്ന് ചോദിച്ചാല് എഫ് അലു എന്നൊരു സാധനം മർഫു ആണോ മൻസൂബാണോ മജ്സൂം ആണോ ജസ്മ് ചെയ്യപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാ? ഇതിന്റെ അവസാനത്തിൽ ലമ്മല്ലേ, ലമ്മ് കണ്ട എന്താണെന്ന് പറയണം? മർഫു ആണെന്ന് പറയണം. അടിസ്ഥാന അടയാളല്ലേ ലമ്മ്, ലമ്മ് കണ്ട റഫല്ലേ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി അതേസമയം എഫ് അല്ല എന്ന് കണ്ടു എന്ന് വിചാരിക്കുക. എഫ് അല്ല എന്ന് കണ്ടു. ഇത് മൻസൂബാണോ മജ്സൂം ആണോ മർഫു ആണോ? ഇവിടെ ഫത്ത് കാണുമ്പോൾ നമുക്കറിയാം നസ്ബാണ്, ഇപ്പൊ മൻസൂബാണെന്ന് പറയാൻ പറ്റും. എഫ് അൽ എന്ന് കണ്ടു, എഫ് അൽ നമ്മളോട് ചോദിച്ചു ഈ സാധനം മർഫു ആണോ മൻസൂബാണോ മജ്സൂം ആണോ എന്ന് ചോദിച്ചു. സുക്കൂന് കണ്ടാൽ നമുക്കറിയാം എന്താണിത്, മജ്സൂമാണ്, ജസ്മ് ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെ പറയാൻ പറ്റുമല്ലോ, എല്ലാവരെ കൊണ്ടും പറയാൻ പറ്റും. വളരെ സിമ്പിൾ ആണ് ഇതില്ലേ. ഫത്ഹ് ലമ്മ് പിന്നെ സുക്കൂന് കണ്ടാൽ നമുക്കറിയാം ഫത്ഹ് നസ്ബിന്റെ അടയാളമാണ്, ലമ്മ് റഫിന്റെ അടയാളമാണ്, സുക്കൂന് ജസ്മിന്റെ അടയാളമാണ്. അതൊക്കെ ഓൾറെഡി പഠിച്ചിരിക്കണേ, ഒന്നും അറിയാതെ വന്നിരുന്നാലും നടക്കൂല. അപ്പൊ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്, നമ്മൾ പഠിച്ച് നമ്മൾ വേറെ വീഡിയോയിലൊക്കെ ചെയ്ത് മനസ്സിലാക്കിയിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, മുലാരിയായ ഫീലുകളുടെ ഇഅ്റാബ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുലാരിയായ ഫീലില് ഫുറൂഇയായ അലാമത്തുകൾ കൊണ്ട് ഇഅ്റാബ് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ അംസിലത്തുൽ ഖംസ, മുഅത്തലുൽ ആഖിറായ ഫീൽ. ഇത്രേ പഠിക്കാനുള്ളൂ. അംസിലത്തുൽ ഖംസ, മുഅത്തലുൽ ആഖിറായ ഫീൽ. അംസിലത്തുൽ ഖംസ എന്ന് പറഞ്ഞാൽ യഫലാനി, യഫലൂന, തഫലാനി, തഫലൂന, തഫലീന. ഇതാണ് അംസിലത്തുൽ ഖംസ. ബൈഹട്ടങ്ങ് പഠിച്ചാൽ മതി. ആനി, ആനി, ഈന, ഈന, ഊന എന്നൊക്കെ വരുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, അതന്നെ. യഫലാനി, തഫലാനി, യഫലൂന, തഫലൂന, തഫലീന. ഇത് ഓർഡർ ഒന്നും വിഷയമൊന്നുമല്ല, ഏത് ഓർഡറിൽ വന്നാലും ഈ സാധനങ്ങൾ എന്താണ്, ഫുറൂഇയായ അലാമത്തുകൾ കൊണ്ട് ഇഅ്റാബ് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിനാണ് അംസിലത്തുൽ ഖംസ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അംസിലത്തുൽ ഖംസ എന്ന് പറഞ്ഞാൽ എന്താണ്? യഫലാനി, യഫലൂന, അംസിലത്തുൽ ഖംസ ഏതെല്ലാം എന്ന് ചോദിക്കും പരീക്ഷക്ക്. അപ്പൊ ഇതാണ് യഫലാനി, യഫലൂന, തഫലാനി, തഫലൂന, തഫലീന. ഇനി ഇതിന്റെ ഇഅ്റാബ്, ഇതിപ്പം ഫുറൂഇയായ അലാമത്ത് കൊണ്ട് ഇഅ്റാബ് ചെയ്യുന്നതാണല്ലോ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഇവിടെ പ്രത്യേകമായിട്ട് പറയേണ്ടി വന്നത്. ഇപ്പൊ എഫ് അലു എന്ന സാധനത്തിന് നോർമൽ ഇറാബാണ്, അതുകൊണ്ടാണ് നമ്മൾ എഫ് അല്ലു, എഫ് അല, എഫ് അൽ എന്നൊക്കെ കാണുന്നത് അല്ലെ. അതേസമയം ഇതിന് ഫുറൂഇയായ ഇറാബാണ് കൊടുക്കേണ്ടത്. ഫുറൂഇയായ ഇറാബ് എങ്ങനെ കൊടുക്കുന്നത്? ഇപ്പം റഫ് ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല, ഇങ്ങനെ അവിടെ കിടക്കും. ഇവിടെ നമ്മൾ പറയും ഇത് റഫ് ആണെന്നുള്ളതിന്റെ അടയാളം എന്താണെന്നറിയോ? ഇവിടൊക്കെ നൂൻ അവസാനം ഉണ്ട് എന്നുള്ളതാണ് ഇത് റഫ് ആണെന്നുള്ളതിന്റെ അടയാളം. മനസ്സിലായോ? എഫലാനിയിൽ നൂനില്ലേ, എഫലൂനിൽ അവസാനം നൂനില്ലേ, തഫലാനിയിൽ അവസാനം നൂനില്ലേ, ന. ഈ നൂന് ഇവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് മർഫു ആണെന്നുള്ളതിന്റെ അടയാളം. എന്ന് പറഞ്ഞാൽ മൻസൂബാകുമ്പോ നൂന് കാണൂലാന്ന്. റഫോ നസ്ബോ ജസ്മോ അല്ലേ വരിക? റഫ് ആണ് എന്നുള്ളതിന്റെ അടയാളം സുബൂത്തുൻ നൂൻ, നൂന് സ്ഥിരപ്പെടുക, നൂൻ അവിടെ നിലനിൽക്കുക, അതാണ് റഫ് ആണെന്നുള്ളതിന്റെ അടയാളം. അപ്പൊ നസ്ബാണ് എന്നുള്ളതിന്റെ അടയാളോ, ഈ പദം നസ്ബ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതിന്റെ അടയാളം എന്താ? നൂനിനെ കളയാ, ഹദ്ഫുൻ നൂൻ. അപ്പൊ അയ്യഫല എന്നേ പറയുള്ളൂ, അയ്യഫലു എന്നേ പറയൂ, അന്തഫല എന്നേ പറയൂ, അന്തഫലു എന്നേ പറയൂ, അന്തഫലൂന എന്ന് പറയൂ. ഇവിടെ തഫലൂനല്ലേ? ഇതേ സാധനത്തിന്റെ ഫ്രണ്ടിലേക്കാണ് ഈ അന്ന് കൊണ്ടുപോയി കയറ്റിയത്. അന്ന് വന്നതോടുകൂടി അത് മൻസൂബായി. മൻസൂബായാൽ മൻസൂബിന്റെ അടയാളം നൂനിനെ കളഞ്ഞിട്ട് എഴുതലാണ്. അപ്പൊ നൂനിനെ കളഞ്ഞിട്ട് എഴുതി. ഈ തഫ്അലീനന്റെ ഫ്രണ്ടിലേക്ക് നസ്ബ് ചെയ്യുന്ന ഒരു ആമിലായിട്ടുള്ള അന്നിനെ കൊണ്ടുപോയി വെച്ചു. അന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന അന്ന്, ലന്ന്, കൈ, ഇതൻ ഇതൊക്കെ വെക്കാം. ഇതിലേത് സാധനം ഒരു മുദാരിയായ ഫീലിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാലും ആ സാധനത്തിന് നസ്ബായി മാറി. നസ്ബായി മാറിയാൽ പിന്നെ നമ്മൾ അവിടെ നൂനിനെ നിലനിർത്താൻ പാടില്ല, നൂനിനെ കളയണം. നൂനിനെ കളഞ്ഞിട്ടൊരു സാധനം കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അത് നസ്ബ് ചെയ്യപ്പെട്ട മുദാരിയായ ഫീലാണ്. നൂനിനെ നിലനിർത്തിയിട്ട് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അതെന്താണ്, റഫ് ചെയ്യപ്പെട്ട മുദാരിയായ ഫീലാണ്. അപ്പൊ അംസിലത്തുൽ ഖംസ, അതായത് ഈ 5 പദങ്ങൾ, ഈ 5 വസ്നുകളിൽ വരുന്ന വാക്കുകൾ, ഈ 5 വസ്നുകളിൽ വരുന്ന വാക്കുകളെ നമ്മൾ അംസിലത്തുൽ ഖംസ എന്ന് വിളിക്കുന്നത്. അവ ഒരു ഫുറൂഇയായ അലാമത്ത് കൊണ്ട് ഇറാബ് ചെയ്യപ്പെടുന്ന സാധനമാണ്. എന്താ ഈ ഫുറൂഇയായ അലാമത്ത്? ഇതിന്റെ മുകളിൽ നമുക്ക് ലമ്മ് കാണാൻ പറ്റൂലാന്ന്. റഫ് ആണെങ്കിൽ ലമ്മ് കാണണ്ടേ, ലമ്മ് കാണൂല. പിന്നെ എന്താ കാണുന്നത്? നൂനിനെയാണ് കാണുക. അപ്പൊ ലമ്മിന് പകരം ആരാണ് ഇവിടുത്തെ റഫീന്റെ അടയാളം?
നൂന് ഉണ്ടാവുക എന്നതാണ് റഫിന്റെ അടയാളം, നൂന് കളയപ്പെടുക എന്നതാണ് നസ്ബിന്റെ അടയാളം. ഫത്ഹല്ല. ഇവിടെ ഫത്ഹ കാണുന്നതൊക്കെ ചില കുട്ടികൾ തെറ്റിദ്ധരിക്കും. അയ്യഫല എന്ന് പറയുമ്പോൾ ഫത്ഹല്ലേ? ഫത്ഹല്ലല്ലോ കുട്ടികളെ, കാരണം അവസാനത്തെ അക്ഷരം അലിഫല്ലേ, അലിഫിന്റെ മുകളിലല്ലല്ലോ ഫത്ഹ ഉള്ളത്. എവിടെങ്കിലും ഫത്ഹ ഉണ്ടെന്ന് വെച്ചിട്ട് നസ്ബാവൂല. അവസാനത്തെ അക്ഷരത്തിന് വരണം. ഫത്ഹ ഉണ്ടോ? ഇല്ല, അലിഫ ഉള്ളത്. അപ്പൊ അതല്ല അവിടുത്തെ സ്ഥിതി. ഈ വാക്കിന്റെ അവസാനത്തെ ഹാല്, അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഒരു നൂൻ ഉണ്ടായിരുന്നു, ആ നൂന് കളയപ്പെട്ടു എന്നതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ അതാണ് അതിന്റെ ഇറാബ്, അതാണ് ആ ഇറാബിന്റെ അടയാളം. നൂനിനെ കളയപ്പെട്ടു എന്നതാണ് അടയാളം. യഫലൂ എന്ന് പറയുമ്പോൾ നൂനിനെ കളയപ്പെട്ടു, യഫലൂനെ ആയിരുന്നു, നാ കളയപ്പെട്ടു യഫലൂന്നായി. അപ്പം ഹദ്ഫുൻ നൂനാണ് അടയാളം. ഇതൊക്കെ അതേപോലെ തന്നെ കേട്ടോ. സംഗതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്മാണെങ്കിലും നൂനിനെ കളയലാണ്. വളരെ എളുപ്പമായല്ലോ, പഠിക്കാൻ കൂടുതലൊന്നുമില്ല. അംസലത്തുൽ ഹംസയുടെ ഇറാബ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സുബൂത്തുൻ നൂന് കൊണ്ട് റഫ്അ, യുർഫഉ ബി സുബൂത്തിൻ നൂനി, അല്ലെങ്കിൽ തുർഫഉ ബി സുബൂത്തിൻ നൂനി, വ തുൻസബു വ തുജ്സമു, തുൻസബു വ തുജ്സമു ബിഹദ്ഫിൻ നൂനി. നൂനിനെ കളഞ്ഞുകൊണ്ട് നസ്ബും ജസ്മും ചെയ്യപ്പെടും. നൂനിനെ നിലനിർത്തി ബി സുബൂത്തിൻ നൂനി, നൂനിനെ നിലനിർത്തിക്കൊണ്ട് റഫ് ചെയ്യപ്പെടും. സോ സിമ്പിൾ. ഇത് ഇത്രയൊന്നും വിശദീകരിക്കണ്ടില്ല എന്ന്. പക്ഷെ ചില കുട്ടികൾക്ക് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് കമന്റ്സിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കുറച്ചും കൂടെ വിശദമായിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചത്. ബുദ്ധിമുട്ടായില്ല എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തിരിയുന്ന കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. ഏതോ ആവട്ടെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് എന്താണെന്ന് അറിയാം നമ്മളെ വിഷയം? അടുത്തത് മുഅത്തലുൽ ആഖിറായ ഫീലാണ്. ശ്രദ്ധിക്കണേ. മുഅത്തലുൽ ആഖിർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു ഫീലിന്റെ അവസാനം അലിഫോ യാ ഓ വാവോ വന്നാൽ അതൊക്കെ മുഅത്തലാണ്. ഇല്ലത്തിന്റെ ഹർഫുകൾ എന്ന് പറയുന്നത് അലിഫും വാവു യാ ഓ ആണ്. ഒരു സാധനത്തിൽ അലിഫോ വാവോ യാ ഓ ഉണ്ടെങ്കിൽ അത് മുഅത്തലാണ്. അലിഫോ വാവോ യാ ഓ ഒരു സാധനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മുഅത്തലാണ്, ആ വാക്ക് മുഅത്തലാണ്. അത് അവസാനത്തെ അക്ഷരമായിട്ട് അലിഫോ വാവോ യാ ഓ വന്നാൽ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരും. അവസാനത്തെ അക്ഷരം മുഅത്തലായ ഫിഅല്. ഇവിടെ നോക്കിയാൽ യർലാ, അവസാനത്തെ അക്ഷരം അലിഫ, യാ അല്ല കേട്ടോ, അലിഫാണ്. യഅസി ഇങ്ങനെ തന്നെ എഴുതുക, യർലാ ഇങ്ങനെ തന്നെ എഴുതുക, പക്ഷെ അതെന്താണ്? അലിഫാണ്. യഅസി പുള്ളിയിട്ട്, അപ്പൊ യാ ആയി. കണ്ടോ, അവസാനത്തെ അക്ഷരം യാ ആണ്, ഇവിടെ അലിഫാണ്, ഇവിടെ യാ ആണ്. യദ്ഉ അവസാനത്തെ അക്ഷരം വാവാണ്. അവസാനത്തെ അക്ഷരം അലിഫോ യാ ഓ വാവോ ആയാൽ ആ വാക്ക് എന്താണ് എന്ന് മനസ്സിലാക്കണം. മുഅത്തലുൽ ആഖിറായ ഫിഅലാണ് എന്ന് മനസ്സിലാക്കണം. അപ്പം ഈ പറഞ്ഞ കാര്യം അറബി പറഞ്ഞു എന്നുള്ളത്. ഫിലുൽ മുഅത്തലുൽ ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം മുഅത്തലായ ഫിഅല്. ഇത് ഫുറൂഇ അലാമത്ത് കൊണ്ട് ഇറാബ് ചെയ്യപ്പെടുന്ന ഒരു സാധന എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ലമ്മും നസ്ബു പിന്നെ ഫത്ഹും കസറും ഒന്നും കാണാൻ പറ്റൂല. പിന്നെ സുക്കൂൻ ഒന്നും കാണാൻ പറ്റൂല. പിന്നെ എന്താ കാണാൻ പറ്റുക? ഇവിടെ ചിലതൊന്നും കാണാൻ പറ്റൂല. നോക്കിക്കോ, യർലാ എന്ന് പറയുമ്പം അവിടെ നമുക്ക് റഫിനെ കരുതപ്പെടും എന്നാ നമ്മൾ പറയാ. അതായത് യർലയു എന്ന് ഉള്ളത് പോലെ അങ്ങ് വിചാരിക്കും. പക്ഷെ കൊടുക്കാൻ പറ്റൂല, കാരണം ഇത് അലിഫാണ്. അലിഫിന് ഇങ്ങനത്തെ വലിയ ഹർക്കത്തുകളൊന്നും വഹിക്കാനുള്ള ശേഷിയില്ല. വളരെ സാധുവായ ഒരു അക്ഷരമാണ്. അതുകൊണ്ട് അതിന്റെ മുകളിൽ അലിഫിന്റെ മുകളിൽ ദമ്മുണ്ട് എന്നങ്ങ് വിചാരിക്കും. ഇല്ല, ഉണ്ട് എന്നങ്ങ് വിചാരിക്കും. നമ്മൾ ഒരു സമാധാനത്തിന് അങ്ങനെ അങ്ങ് വിചാരിക്കുക. പറയപ്പോ നിർവാഹമൊന്നുമില്ല, ഭാഷയിൽ എങ്ങനെയാ ഉപയോഗം, അപ്പൊ അങ്ങനെ അങ്ങ് വിചാരിക്കും. അപ്പൊ അലിഫ് കൊണ്ട്, അലിഫാണ് അവസാനത്തെ അക്ഷരം എങ്കിൽ എന്ത് ചെയ്യും? അലിഫാണ് അവസാനത്തെ അക്ഷരം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റഫിനെ അങ്ങ് കരുതും. റഫ് ഉണ്ട് എന്നങ്ങ് കരുതും. മനസ്സിലായോ? യാ ആണെങ്കിലും റഫ് ഉണ്ട് എന്നങ്ങ് കരുതും, വാവ് ആണെങ്കിലും റഫ് ഉണ്ട് എന്നങ്ങ് കരുതും. ഇതിങ്ങനെയല്ല ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഓർഡർ. ടെക്സ്റ്റിൽ ഇത് മൊത്തം പറയും, പിന്നെ ഇത് മൊത്തം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിത് ഇങ്ങനെ എഴുതിയപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു ട്രിക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇതിൽ മുഴുവനും യുൻവയാണുള്ളത്. ഇപ്പൊ ഏത് മുഅത്തലുൽ ആഖിറായ സാധനത്തിന്റെ ഇറാബ് ചോദിച്ചാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം. റഫ് ആണെങ്കിൽ യുൻവ ഫീഹി റഫ്ഉ, യുൻവ ഫീഹി റഫ്ഉ, യുൻവ ഫീഹി റഫ്ഉ. റഫിന്റെ കാര്യത്തിൽ ഡൗട്ടേ ഇല്ല, റഫ് കരുതപ്പെടും. മുഅത്തലുൽ ആഖിറായ എല്ലാത്തിലും റഫ് കരുതപ്പെടുകയുള്ളൂ. എല്ലാത്തിന്റെയും മുകളിൽ ദമ്മ് ഉണ്ട് എന്നങ്ങ് വിചാരിക്കും. അവിടെ റഫ് ഉണ്ട് എന്നങ്ങ് വിചാരിക്കും, റഫ് കരുതപ്പെടും. പക്ഷേ വ്യത്യാസം ഇത് പിന്നെ ഇങ്ങനെ പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരുമിച്ച് പറഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. ഇവിടെയൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരുമിച്ച് പറയാത്ത. ഇവിടെ മാത്രമേ ഒരേപോലെ വരുന്നുള്ളൂ. ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് നസ്ബിനെയും കരുതലാണ്. അതുകൊണ്ട് അലിഫാണ് ആഖിറിലെങ്കിൽ, ഇൻകാന ആഖിറുഹു അലിഫൻ യുൻവാ ഫീഹി റഫ്ഉ വൻ നസ്ബു. റഫിനെയും നസ്ബിനെയും കരുതലേ നിർവാഹമുള്ളൂ, വേറെ നിർവാഹമൊന്നുമില്ല. കരുതും, കരുതാനേ പറ്റുള്ളൂ. ലൻ യർദാ എന്നാണ് മക്കളെ. ഇത് ലൻ യർദ എന്നിങ്ങനെ ഈ രൂപത്തിൽ എഴുതിയിട്ട് പരീക്ഷയ്ക്ക് തന്നിട്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. കഴിഞ്ഞ പരീക്ഷയ്ക്ക് തെറ്റുണ്ടായിരുന്നു. എന്താ തെറ്റ്? ലെന്ന് വന്നാൽ ഇവിടെ എഴുതണം, അലിഫ് എഴുതണം, എന്നിട്ട് കരുതണം. വെറുതെ എഴുതാതെ കരുതാൻ പറ്റൂല. അലിഫ് എഴുതണം മക്കളെ, ഫത്തഹാണ് കരുതാൻ പറ്റുള്ളൂ.
അലിഫ് എഴുതണം. അപ്പൊ യർലോ എന്നാണ് എഴുതേണ്ടത്. വലൻ തർലോ അൻകൽ യഹൂദു വലൻ നസാറ. ഖുർആനിലെ ആയത്താണ്. ലൻ തർലോ, തർലോ നീട്ടിയിട്ടാ വായിക്കേണ്ടത്. ഒരുപാട് നീട്ടണം എന്നല്ല, നീട്ടണം അല്ലെ. അപ്പൊ എന്താണ്? നസ്ബ് കരുതപ്പെടും, അലിഫ് എഴുതിയിട്ട് കരുതണം. അതേസമയം യാ ആണെങ്കിൽ അവിടെ ഫത്ഹ് ലാഹിറായിട്ട് തന്നെ കാണും. യുൻവാ ഫീഹി റഫ്ഉ വയദ്ഹറു ഫീഹി നസ്ബു. ലാഹിറായിട്ട് നസ്ബ് കാണും. കണ്ടോ? അയ്യസിയ എന്ന് എഴുതണം. ഇത് അയ്യസി എന്ന് വായിച്ചിട്ട് കരുതിയിട്ടുണ്ടെന്ന് വിചാരിച്ച പോരാ. ഇതെന്ത് ചെയ്യണം? ഇത് ഫത്ഹ് കൊടുത്തിട്ട് തന്നെ വായിക്കണം. ഇവിടെയും അയ്യദുഉ എന്ന് വായിച്ചാൽ ഒറ്റ വായനയിൽ നമുക്ക് ശരിയാന്ന് തോന്നും. അയ്യദുഉ എന്ന് വായിച്ചാൽ ശരിയല്ല. അവിടെ ലാഹിറായ ഫത്ഹ് കൊണ്ടായി ഇറാബ് ചെയ്യേണ്ടത്. അയ്യദുഉവ എന്ന് തന്നെ വായിക്കണം. അപ്പൊ നോക്കിയേ, അലിഫാണെങ്കിൽ കരുതണം. യാഓ വാവോ ആണ് അവസാനം വരുന്നതെന്നുണ്ടെങ്കിൽ ലാഹിറായിട്ട് തന്നെ നസ്ബ് കൊടുക്കണം. ലാഹിറായിട്ട് നസ്ബ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫത്ഹ് കൊടുക്കണം തന്നെ. പ്രകടമായിട്ട് അവിടെ പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾ ഫത്ഹ് കൊടുക്കും, ലാഹിറായിട്ട് നസ്ബ് കൊടുക്കും. വയദ്ഹറു ഫീഹി നസ്ബു എന്നാ പറയാ. നസ്ബ് ലാഹിറാകും. യദ്ഹറു ഫീഹി നസ്ബു. ഇവിടെ രണ്ടിടത്തും. ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓർക്കാൻ നിങ്ങൾ വേറെ നിങ്ങളതായ രീതിയിൽ ഓർമ്മിച്ച് വെച്ചോ. ഞാൻ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് പറയുന്നത്. നമ്മൾ പറഞ്ഞു മുഅ്തലുൽ ആഖിറായ ഫീല് ഫുറൂഇ അലാമത്തുകൾ കൊണ്ടാണ് ഇറാബ് ചെയ്യുന്നത്. അതിൽ റഫ് അലിഫാണെങ്കിലും യാ ആണെങ്കിലും വാവാണെങ്കിലും റഫിനെ കരുതലാണ്. നസ്ബ് അലിഫാണെങ്കിൽ കരുതലാണ്. യാവും വാവു ആണെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണലാണ്. ഇതാണ് ഇവിടെ കുറച്ചൊന്നും ഇതാക്കാനുള്ളൂ. ബാക്കി എളുപ്പമാണ് കേട്ടോ. ബാക്കി ഇപ്പം അവസാനത്തിലെല്ലാം കളയല. സംഭവം സെയിമാ, ശരിക്കും പറഞ്ഞാൽ സെയിമാ. പക്ഷെ ഇവിടെ അവസാനം ഉള്ളത് അലിഫ് ആയതുകൊണ്ട് അലിഫിനെ കളയണം എന്ന് പറയണം. ഇവിടെ അവസാനം ഉണ്ടായിരുന്നത് യാ ആയതുകൊണ്ട് യാഇനെ കളയണം എന്ന് പറയണം. ഇവിടെ അവസാനം ഉണ്ടായിരുന്നത് വാവ് ആയതുകൊണ്ട് വാവിനെ കളയണം എന്ന് പറയാം. ജസ്മിലെല്ലാം കളയല. ജസ്മില് എല്ലാം കളയലാണ്. അലിഫാണെങ്കിലും ജസ്മിൽ അവസാനത്തെ അക്ഷരത്തെ, അതായത് അലിഫിനെ കളയും. യാ ഉള്ള വാക്കാണ്. ഇപ്പൊ അയ്യാസി യാ എന്നല്ലേ നമ്മൾ വായിച്ചത്. ആ ഐ അന്ന് മാറിയിട്ട് ജസ്മ് ചെയ്യുന്ന, ഇതൊക്കെ ജസ്മ് ചെയ്യുന്ന അടയാളങ്ങളാ. ലാ ലി ലം ലമ്മ ലം ലമ്മ ലാ ലി, ഇതൊക്കെ എന്താണ്? ജസ്മിന്റെ അടയാളങ്ങളാ, അദാത്തുകളാ. അപ്പൊ ലമ്മ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജസ്മായി. ജസ്മാവുമ്പോ പിന്നെ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തെ കളയണം. ഇവിടെ അവസാനത്തെ അക്ഷരം അലിഫ് ആയതുകൊണ്ട് അലിഫിനെ കളയെന്ന് പറയും. യാ ആയതുകൊണ്ട് യാഇനെ കളയെന്ന് പറയും. വാവായതുകൊണ്ട് വാവിനെ കളയെന്ന് പറയും. ഞാന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പാഠം പഠിക്കാൻ, ഇതിലെ ബാക്കിയുള്ള ആശയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പരീക്ഷാ ബേസ് ആയിട്ട് അത് പഠിക്കാനും ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി നമ്മൾ വളരെ മുന്നേ തന്നെ ചെയ്തു വെച്ച, 3-4 വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തു വെച്ച നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു ക്ലാസ് അവിടെ ഉണ്ട്. അത് കേട്ട് പഠിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്. ഈ പാഠത്തിലെ മറ്റുള്ള ആശയങ്ങൾ ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.